ഓണത്തിന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. പക്ഷേ പ്രവാസികളുടെ ഓണത്തിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ പ്രവൃത്തി ദിവസങ്ങളാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച കഴിഞ്ഞ് ഇനി വെള്ളിയാഴ്ച ഓണത്തിൻ്റെ അന്ന് മാത്രമേ അവധി ലഭിക്കുന്നുള്ളൂ. തീർച്ചയായും അതിനു മുൻപ് ഉള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്രാടപ്പാച്ചിൽ ഒരുപക്ഷെ പ്രവാസികൾക്ക് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ മുതൽ കുടുംബസമേതമാണ് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അച്ഛനും അമ്മയും മക്കളുമൊക്കെ. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇവിടെയാണ് ആഘോഷം കൂടുതലുള്ളത്. ലാസ്റ്റ് വീക്കെൻഡ് ആണല്ലോ എന്നാണ് എല്ലാം പർച്ചേസ് ചെയ്ത് വെക്കുന്നത്. സാമ്പാർ, അവിയൽ, ഓലൻ, കാളൻ എല്ലാത്തിനും വേണ്ടുന്ന സദ്യവട്ടത്തിന് വേണ്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നേരത്തെ തന്നെ ഗൾഫ് മേഖലയിലെ എല്ലാ ഷോപ്പിംഗ് മാളുകളിലും എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുമുള്ള പച്ചക്കറികളുണ്ട്. അതോടൊപ്പം തന്നെ ഒമാൻ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പച്ചക്കറികൾ. കേരളത്തിൽ തേങ്ങയ്ക്കൊക്കെ വലിയ വിലയാണെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തേങ്ങയൊക്കെ ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ വിലക്കയറ്റം ഇല്ലാതെ മിതമായ നിരക്കിൽ എല്ലാ പ്രവാസികൾക്കും ഈ തവണ ഓണം ആഘോഷിക്കാം. നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു രീതി കിട്ടിയല്ലേ, മാർക്കറ്റിൽ പോകുന്ന സാധനം എടുക്കുന്ന അങ്ങനെയൊക്കെ. ഫ്രൈഡേ നമുക്ക് ഇവിടെ അവധിയാണല്ലോ, അതുകൊണ്ട് എന്തായാലും ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. വളരെ രസമുണ്ട്. ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഉണ്ടാവും. ഇവിടെ എത്തുന്ന ഓരോ ആളുകളോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. നാട്ടിലുള്ള ബന്ധുക്കളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, കൂട്ടുകാർക്കൊപ്പം അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള സഹപ്രവർത്തകർക്കൊപ്പം ശരിക്കും ഓണം ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ആഘോഷം എന്നുള്ള രീതിയിലാണ് പ്രവാസികൾ കാണുന്നത്. Onam is a good festival. Like it's not about only Mallus, but all like Hindu, Muslim, everyone celebrates. Because as a Muslim, I still respect for that. I've been visiting Lulu from almost 7 years. So it's a good feeling always. It's a second home for me. So I'll always used to come to Lulu. എല്ലാ പ്രാവശ്യവും അവധി സമയത്ത് അവധി കിട്ടാറില്ല. കാരണം ഇപ്രാവശ്യം 3 ദിവസം അവധിയല്ലേ ഓണായപ്പോൾ. പൂക്കളൊക്കെ ഇതുപോലെ എത്തിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം പൂക്കൾ എത്തിയിട്ടുള്ളത് സ്വാഭാവികമായും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ തന്നെയാണ്. ഈ പൂക്കളെല്ലാം തന്നെ പ്രവാസികൾ ഇന്ന് മേടിച്ച് കൊണ്ടുപോയി ഫ്രിഡ്ജിലൊക്കെ വെക്കും. കാരണം ചിലപ്പോൾ ഇനി അവസാന ദിവസങ്ങളാകുമ്പോൾ പൂക്കൾ കിട്ടില്ല. ഇതുപോലെ തിരക്ക് പിടിച്ച് ഓരോ സാധനങ്ങളും, പൂക്കളാണെങ്കിലും പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഇനി ഫലവ്യഞ്ജനങ്ങളാണെങ്കിലും ഓണക്കോടിയാണെങ്കിലും എല്ലാം ഇപ്പോൾ തന്നെ സ്വരൂപിച്ച് വെക്കുകയാണ് പ്രവാസികൾ. ഇനി ഓണം എത്തിയാൽ മതി. ഓണം പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സൺഡേ അല്ലേ, അപ്പൊ അത് കാരണം കുറച്ച് റഷിലാണ്. അന്ന് ലീവാണ്, ഫ്രൈഡേ. അപ്പൊ അതുകൊണ്ട് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിരിക്കണം. കുറെ ചോയ്സസ് ഇഷ്ടപ്പെടുന്നത്, അപ്പൊ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒന്ന് വൈകുന്നേരത്തിന് ഇടയ്ക്ക് ഓണസദ്യക്കുള്ള സാധനങ്ങളും അതോടൊപ്പം തന്നെ ഓണക്കോടിയും എല്ലാം ഒരുമിച്ചാക്കി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനാണ് എല്ലാവരും. ഇനി ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് കൂടിയാണ്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലും സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.